സ്വാഗതം. നിങ്ങൾ സൈക്കോളജി പഠിക്കുമ്പോൾ മനുഷ്യന്റെ ചിന്ത, പെരുമാറ്റം ഇതൊക്കെയാണല്ലോ നോക്കുന്നത്. പക്ഷെ ചിലപ്പോഴൊക്കെ മുന്നിൽ തെളിവുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടുന്നത്? ഇന്ന് നമുക്ക് അതിലേക്കൊന്ന് കടക്കാം. നിങ്ങളുടെ ഇഗ്നോ സിലബസിലെ ബ്ലോക്ക് 4, യൂണിറ്റ് 4 പ്രശ്നപരിഹാരത്തിലെ തടസ്സങ്ങൾ. സിമ്പിൾ എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും എന്താ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആവുന്നതെന്ന് നോക്കാം. തീർച്ചയായും. ഇത് നമ്മൾ പലപ്പോഴും അറിയാതെ പോകുന്ന ചില മെന്റൽ ട്രാപ്പുകളാണ്. ചിലപ്പോൾ പരിചിതമായ വഴിയിൽ തന്നെ ഇങ്ങനെ ഉറച്ചു നിൽക്കും. അല്ലെങ്കിൽ ഒരു സാധനം അത് സാധാരണ എന്തിനാണോ ഉപയോഗിക്കുന്നത് അതിനപ്പുറം ചിന്തിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ. ഈ കെണികളെക്കുറിച്ചൊരു ബോധ്യമുണ്ടാകുന്നത് അത് പ്രശ്നങ്ങളെ കുറച്ചുകൂടി നന്നായി സമീപിക്കാൻ നിങ്ങളെ സഹായിക്കും, ഉറപ്പാണ്. അപ്പോ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒന്ന് അതാണല്ലോ ഐൻസ്റ്റെല്ലുങ്, അല്ലെങ്കിൽ ആ ഒരു മാനസികമായ ഉറച്ചുപോക്ക് എന്ന് പറയാം. മുൻപൊരു വഴി വിജയിച്ചു കഴിഞ്ഞാൽ പുതിയൊരു സിറ്റുവേഷനിലും അത് തന്നെ ഉപയോഗിക്കാൻ തോന്നുന്നൊരു ടെൻഡൻസി. ലുച്ചിൻസിന്റെ ആ വാട്ടർ ജാർ പരീക്ഷണം ഓർമ്മയില്ലേ? ഇത് ശരിക്കും കാണിച്ചു തരുന്നുണ്ടല്ലേ? ഉണ്ട്, വളരെ വ്യക്തമായിട്ട്. എളുപ്പവഴി മുന്നിലുണ്ടായിട്ടും ആളുകൾ ആ പഴയ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയ വഴി തന്നെ ഫോളോ ചെയ്യും. കാരണം ആ പഴയ രീതി വർക്കായിട്ടുണ്ടല്ലോ മുൻപ്. അതെ, ഇത് നമ്മൾ പഠിക്കുന്ന കാര്യത്തിലും ബാധകമല്ലേ? ഒരേ രീതിയിൽ തന്നെ പഠിക്കാൻ നോക്കുന്നത് പോലെ. തീർച്ചയായും. ഐൻസ്റ്റെല്ലുങ് നമ്മളെ ഒരുതരം ഓട്ടോ പൈലറ്റ് മോഡിലാക്കും. പിന്നെ പ്രശ്നത്തിന്റെ പുതിയ വശങ്ങളോ എളുപ്പവഴികളോ ഒന്നും ശ്രദ്ധിക്കില്ല. ലാങ്ങർ പറയുന്ന ഒരു മൈൻഡ്ലെസ്നെസ് ഉണ്ടല്ലോ, ഏകദേശം അതുപോലെ. അതായത് സാഹചര്യത്തെ ശരിക്കുമൊന്നും നോക്കാതെ പഴയ ശീലത്തിൽ അങ്ങ് പോവും. നിങ്ങളൊരു തെറാപ്പിസ്റ്റ് ആവുമ്പോൾ ചിന്തിച്ചു നോക്കൂ, ഓരോ ക്ലയന്റും പുതിയ ആളാണ്, അവരുടെ പ്രശ്നം വേറെയാണ്. പക്ഷേ പഴയ അതേ അപ്രോച്ച് തന്നെ എടുത്താൽ അതൊരു തടസ്സമാവും. ശരിയാണ്. അപ്പോ അടുത്ത പ്രധാന തടസ്സത്തിലേക്ക് പോകാം. ഫങ്ഷണൽ ഫിക്സ്ഡ്നെസ്. അതായത് ഒരു സാധനത്തിന് അതിന്റെ ആ നോർമൽ ഉപയോഗം അത് മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്നത്. അതെ. ഡങ്കറുടെ ആ മെഴുകുതിരി പ്രശ്നം ഓർക്കുന്നുണ്ടാവും. മെഴുകുതിരി ചുമരിൽ വെക്കണം. തീപ്പെട്ടിക്കൂട്. അതെ. ആ തീപ്പെട്ടിക്കൂട് ഒരു സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാമെന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇത് നമ്മുടെ ക്രിയേറ്റീവ് തിങ്കിങ്ങിനെ വല്ലാതെ ബ്ലോക്ക് ചെയ്യില്ലേ? തീർച്ചയായും. ഒരു വസ്തുവിനെ അതിന്റെ സാധാരണ ഫംഗ്ഷനിൽ മാത്രം കാണുക. ഒരു സ്ക്രൂ ഡ്രൈവർ, അത് സ്ക്രൂ തിരിക്കാൻ മാത്രമുള്ളതാണ്. അതുകൊണ്ട് വേറെ എന്ത് ചെയ്യാമെന്ന് ആലോചിക്കില്ല. സിമ്മിലിന്റെ കോയിൻ പ്രോബ്ലം ഇല്ലേ, അതും ഇതുതന്നെയല്ലേ കാണിക്കുന്നത്. 8 നാണയത്തിൽ കള്ള നാണയം കണ്ടെത്തുന്നത്. അതെ. തുലാസ് 2 തവണയേ ഉപയോഗിക്കാവൂ. സാധാരണ നമ്മൾ എന്താ ചെയ്യുക? 4 വെച്ച് നോക്കും. പക്ഷെ അവിടെ 3, 3, 2 എന്ന രീതിയിൽ ഭാഗിച്ചാലേ ആ ഉത്തരം കിട്ടൂ. ശരിയാണ്. ആ ഒരു 3, 3, 2 എന്ന ഓപ്ഷനിലേക്ക് ചിന്ത പോകാത്തതാണ് പ്രശ്നം. അതാണ് ഫങ്ഷണൽ ഫിക്സഡ്നെസ്. ആ തുലാസിന്റെ സാധാരണ ഉപയോഗം വെച്ച് മാത്രം ചിന്തിക്കുന്നു. ഈ 2 മെയിൻ തിങ്കിങ് ബ്ലോക്സ് കൂടാതെ വേറെയും കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ മെറ്റീരിയലിൽ. നമ്മുടെ ഇമോഷൻസ്, പിന്നെ പ്രശ്നത്തെ കാണുന്ന രീതി, അതൊക്കെ എങ്ങനെയാ തടസ്സമാകുന്നത്? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വൈകാരികമായ തടസ്സങ്ങൾ, അതായത് ഇമോഷണൽ ബ്ലോക്സ്. ഉദാഹരണത്തിന് തോറ്റുപോകുമോ എന്ന പേടി, അല്ലെങ്കിൽ റിസ്ക് എടുക്കാനുള്ള ഒരു മടി. അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ പുതിയ വഴികൾ ശ്രമിക്കുകയില്ല. അതുപോലെ പെർസെപ്ച്വൽ ബ്ലോക്സ്, അതായത് നമ്മൾ പ്രശ്നത്തെ മനസ്സിലാക്കുന്നതിലെ പിശകുകൾ. ചിലപ്പോൾ പ്രശ്നത്തിന്റെ ശരിക്കുള്ള രൂപം കാണില്ല, അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കും. ഇത് പ്രശ്നത്തെ തെറ്റായിട്ട് മനസ്സിലാക്കാൻ, റെപ്രസെന്റ് ചെയ്യാൻ കാരണമാകും. അപ്പോ പിന്നെ ഇന്റലക്ച്വൽ എൻവയോൺമെന്റൽ ബ്ലോക്സും ഉണ്ടല്ലോ. അതായത് ചിലപ്പോൾ വേണ്ടത്ര അറിവുണ്ടാവില്ല, അല്ലെങ്കിൽ ചിട്ടയായിട്ട് ചിന്തിക്കാൻ അറിയില്ലായിരിക്കും. അതോടൊപ്പം നമ്മുടെ ചുറ്റുപാടും ഒരു സപ്പോർട്ടില്ലാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഭയങ്കര ബഹളം, ഇതൊക്കെ എങ്ങനെ ബാധിക്കാം? ഒരു സ്റ്റുഡന്റ് എന്ന നിലയിൽ നിങ്ങൾക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ശരിയാണ്. ഇന്റലക്ച്വൽ ബ്ലോക്സിൽ പ്രധാനം ആ വിഷയത്തിലുള്ള അറിവില്ലായ്മയാണ്. ലാക്ക് ഓഫ് പ്രോബ്ലം സ്പെസിഫിക് നോളജ്. ഒരു എക്സ്പേർട്ട് ഒരു പ്രശ്നം കാണുന്നത് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് വച്ചായിരിക്കും. പക്ഷേ ഒരു തുടക്കക്കാരൻ, ഒരു നോവിസ്, ആ മുകളിലുള്ള കാര്യങ്ങൾ മാത്രമേ കാണൂ. അതുപോലെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റാത്തതും ഒരു ഇന്റലക്ച്വൽ ബ്ലോക്കാണ്. ശരി. പിന്നെ പാരിസ്ഥിതികമായ തടസ്സങ്ങൾ. ചുറ്റുമുള്ള ഡിസ്റ്റർബൻസ്, പ്രഷർ, ചിലപ്പോൾ നമ്മുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പോലും. അതൊക്കെ നമ്മുടെ ചിന്തയെ ബാധിക്കും, പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവിനെയും.
പ്രശ്നത്തെ എങ്ങനെ മനസ്സിലാക്കുന്നു, അതായത് റെപ്രസെന്റേഷൻ, അതും വളരെ പ്രധാനമാണെന്ന് പറയുന്നുണ്ടല്ലോ. ഒരു പ്രശ്നത്തെ തെറ്റായി സമീപിച്ചാൽ പിന്നെ പരിഹാരം കാണാൻ കൂടുതൽ ബുദ്ധിമുട്ടാവും, അല്ലേ? അതെ അതെ. പ്രശ്നത്തെ നമ്മുടെ മനസ്സിൽ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നുള്ളത് അത് വളരെ ക്രൂഷ്യലാണ്. ആ നമ്പർ ഗെയിമിന്റെ ഉദാഹരണം നോക്കൂ. 1 തൊട്ട് 9 വരെയുള്ള അക്കങ്ങൾ ആവർത്തിക്കരുത്. 3 എണ്ണം കൂട്ടിയാൽ 15 കിട്ടണം. ഇത് ഒറ്റയടിക്ക് നോക്കിയാൽ കുറച്ചു പാടാണ്. ഹോ. എന്നാൽ അതൊരു ടിക് ടാക് ടോ ബോർഡിലെ മാജിക് സ്ക്വയർ പോലെ കണ്ടാലോ? അതായത് എല്ലാ ലൈനും കൂട്ടിയാൽ 15 കിട്ടുന്ന രീതിയിൽ 1 മുതൽ 9 വരെ എഴുതുന്നത്. അങ്ങനെ കണ്ടാൽ പെട്ടെന്ന് ഉത്തരം കിട്ടും. ആ, ശരിയാണ്. ആ ഒരു റെപ്രസെന്റേഷൻ മാറുമ്പോൾ എളുപ്പമായി. അതെ. പ്രശ്നത്തെ ശരിയായ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയാൽ പരിഹാരം എളുപ്പമാകും. അപ്പോ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഒരു സൈക്കോളജി വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എങ്ങനെ പ്രയോജനപ്പെടും? പഠനത്തിലായാലും ഭാവിയിലായാലും. ഓ, പല രീതിയിലുണ്ട്. ഒന്ന്, നമ്മുടെ സ്വന്തം ചിന്താരീതികളിലെ ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ പറ്റും. എന്നിട്ട് അത് മാറ്റാൻ ശ്രമിക്കാം. 2, മറ്റൊരാൾ ഒരു പ്രശ്നത്തിൽ സ്റ്റക്കായി നിൽക്കുമ്പോൾ അവരെവിടെയായിരിക്കും തടഞ്ഞുപോയത് എന്ന് മനസ്സിലാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഭാവിയിൽ നിങ്ങൾ കൗൺസിലിങ്ങോ തെറാപ്പിയോ ഒക്കെ ചെയ്യുമ്പോൾ ആളുകളെ അവരുടെ ഈ ബ്ലോക്കുകൾ കണ്ടെത്താനും മാറ്റാനും സഹായിക്കാൻ ഈ അറിവ് കൂടിയേ തീരൂ. അപ്പോ നമ്മൾ ഈ പറഞ്ഞ ഐൻസ്റ്റൈനും ഫങ്ഷണൽ ഫിക്സ്ഡ്നെസ് പോലുള്ള ആ ചിന്തയുടെ കെണികള്, അതോടൊപ്പം വൈകാരികം, ധാരണാപരമായത്, ഭൗതികം, പാരിസ്ഥിതികം, അങ്ങനെ പലതരം തടസ്സങ്ങൾ, പിന്നെ പ്രശ്നത്തെ ശരിയായി മനസ്സിലാക്കാത്തത്, അറിവില്ലായ്മ, ഇതൊക്കെയാണ് പ്രശ്നപരിഹാരത്തിന് പ്രധാനമായും തടസ്സമാകുന്നത് എന്ന് നമ്മൾ കണ്ടു, അല്ലേ? അതെ. ഇവയെല്ലാം പലപ്പോഴും ഒന്നോടൊന്ന് ബന്ധപ്പെട്ടും കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ചർച്ചയുടെ അവസാനം നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ തടസ്സങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ നിങ്ങൾക്കൊരു ധാരണ കിട്ടി. ഈ അറിവ് വെച്ചുകൊണ്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ സ്വന്തം ചിന്തകളെ, സ്വന്തം തീരുമാനങ്ങളെ എത്രത്തോളം ക്രിട്ടിക്കലായിട്ട് നിങ്ങൾക്ക് നോക്കിക്കാണാൻ പറ്റും? ഈ ഒരു മെറ്റാകോഗ്നിഷൻ, അതായത് നമ്മുടെ ചിന്തയെക്കുറിച്ച് തന്നെയുള്ള ചിന്ത, അതെങ്ങനെ നിങ്ങളെ പഠനത്തിലും ഭാവിയിലും ഒരു മുതൽക്കൂട്ടാക്കി മാറ്റാം? അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ വിഷയത്തിൽ ശ്രദ്ധ തന്നതിന് നന്ദി. നമുക്ക് അടുത്ത തവണ വീണ്ടും കാണാം.